ഉപ്പുമാവ് മീഡിയ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു റവ ഉപ്പുമാവാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കാൻ ആവശ്യമായ റവ എടുക്കുന്നു. ഈ റവ നമ്മളൊരു ചീനിച്ചട്ടിയിൽ ഏകദേശം ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളത് മാറ്റി വെക്കുന്നു. ഇനി ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, കപ്പുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, റവപ്പൊടി, തേങ്ങ. ആവശ്യമായ തേങ്ങ ചിരകിയെടുക്കുക. ചെറിയുള്ളി, കപ്പയുള്ളി, ഇഞ്ചി ചെറുതായിട്ട് കൊത്തി നുറുക്കിയത്, പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞ് വെക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ടുള്ള പാത്രം വെക്കാം. അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി കൊത്തിയത്, പച്ചമുളക് അരിഞ്ഞത്, കപ്പുള്ളി, ചെറിയുള്ളി എന്നിവ ചെറുതായി അരിഞ്ഞത് ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യമായ കറിവേപ്പിലയും നമുക്കിതിനോടൊപ്പം ചേർത്ത് വഴറ്റാം. നന്നായി വഴണ്ട് വന്നതിന് ശേഷം റവ വേവിക്കാൻ ആവശ്യമായ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കുക. അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇളക്കുക. ഉപ്പുമാവിന് കളർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് അത് വേണ്ടവർക്ക് മാത്രം അല്പം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഈ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം മാത്രം നമ്മൾ റവപ്പൊടി ഇതിലേക്ക് ഇടുന്നു. വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നു. ആവശ്യമെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് നമുക്ക് ഇത് ഇളക്കി എടുക്കാവുന്നതാണ്. ഉപ്പുമാവ് അധികം കട്ടയാവാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. സ്വാദിഷ്ടമായ ഉപ്പുമാവ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വെറും 10 മിനിറ്റിനുള്ളിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.